ഹലോ, വെൽക്കം ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കീമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 26-ാം തീയതി 2025 കഴിഞ്ഞിട്ടുള്ള എക്സാമിന്റെ ഒക്കെ നമ്മൾ നോക്കി. അതായത് ഏപ്രിൽ 26, 2025 കഴിഞ്ഞ എക്സാംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി 27-ാം തീയതി നടന്ന എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതിന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് MCQ 6 എന്ന് പറഞ്ഞു കൊടുത്തത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻസ് ഓഫ് MB/KT വേർ M എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ആണ്, B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, K എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MB/KT എന്നുള്ളതിന്റെ ഡയമെൻഷൻ ആണ് ചോദിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന ചോദ്യമാണ് അല്ലെ, ഡയമെൻഷൻ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ പറയുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് MB/KT ആണ് നമുക്ക് ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. M എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ആണ്, അതായത് കറണ്ട് ഇൻറ്റു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് M എന്ന് പറയുന്നത്. കറണ്ടിന് നമ്മൾ എങ്ങനെ എഴുതുക? ഏരിയനെ എങ്ങനെ എഴുതുക? L² അല്ലെ. കറണ്ടിന്റെ എന്ന് പറയുന്നത് എയും മറ്റേന്ന് പറയുന്നത് L² ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എങ്ങനെ എഴുതുക? ഫോഴ്സ് ബൈ കറണ്ട് ഇൻറ്റു ലെങ്ത് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ ഇതിൽ തന്നെ നമ്മൾ എഴുതിയാൽ മതി. അതായത് MB/KT, M എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ഏരിയ ആണ്. B എന്ന് പറയുന്നത് M ഇൻറ്റു B അല്ലേ. B എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ഇൻറ്റു ലെങ്ത് ആണ്. ഇതാണ് M ഇൻറ്റു B കിട്ടി, ഡിവൈഡ് ബൈ KT ആണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് KT എന്ന് പറയുന്നത് എനർജി ബൈ ടെമ്പറേച്ചർ ആണ്, K എന്ന് പറയുന്നത് എനർജി ബൈ ടെമ്പറേച്ചർ ആണ്, T എന്ന് പറയുന്നത് പിന്നെ ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ നോക്കേണ്ടി വരില്ല. ഈ കറണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കറണ്ടിനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ടെമ്പറേച്ചറും വെട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ഏരിയ ഇൻറ്റു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു എനർജി, അങ്ങനെയാണ് നമ്മൾക്ക് വരിക. ഓക്കെ, അപ്പൊ ഇതില് ഏരിയ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? L² ആണ് വരിക അല്ലെ. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? M ഇൻറ്റു L ഇൻറ്റു T⁻⁻² വരും ഫോഴ്സ്, ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് L തന്നെ വരുള്ളൂ, ഇൻറ്റു എനർജി എന്താ വരിക? എനർജി എന്ന് പറയുന്നത് mL² T⁻². മനസ്സിലായില്ലേ? ഇതിപ്പോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ അതുപോലെയൊക്കെ എഴുതാൻ, വെറുതെ അതൊക്കെ കട്ട് ചെയ്തിട്ട് പോകണം. അപ്പൊ ഇത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഈ പരിപാടി കഴിയും. അപ്പോൾ ഇത് എന്താ ആൻസർ വരിക? ഇതിൽ നമുക്ക് ഇവിടെ L² ക്യാൻസൽ ചെയ്തു, ഇത് L² പോയി, ഇത് L പോയി, ഇത് L പോയി, M പോയി, M പോയി, -2 പോയി, -2 പോയി. അപ്പം ഫുള്ള് ക്യാൻസൽഡ് ആയി പോയി അല്ലേ. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാം? ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ്. അതിനർത്ഥം അത് ഡയമെൻഷൻ ഇല്ലാത്തതാണ്, ഡയമെൻഷൻലെസ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് M പവർ 0 ആയിരിക്കും, L പവർ 0 ആയിരിക്കും, T പവർ 0 ആയിരിക്കും. ആൻസർ എന്താണ്? ഓപ്ഷൻ E ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നിന്റെയും നമ്മളിങ്ങനെ എഴുതി അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനങ്ങനെ കട്ട് ഷോർട്ട് ചെയ്ത് ചെയ്യാം. അതിനേക്കാളും ഏറ്റവും എളുപ്പം, അതായത് ഈ ഒരു സ്റ്റെപ്പുകൾ ചെയ്യുന്നതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോമുല എഴുതുക, കട്ട് ചെയ്യാനുള്ള ഇതൊക്കെ കട്ട് ചെയ്യുക, ഡയറക്റ്റ് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് അറിയാവുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടാനുള്ളത് കിട്ടിക്കോളും. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് കേട്ടോ. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് ആൻസർ എന്താ പറയുക? വിച്ച് ഇസ് ഡയമെൻഷൻലെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ് സർഫസ് ടെൻഷന്റെ SI യൂണിറ്റ്? ന്യൂട്ടൺ പെർ മീറ്റർ ആണോ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണോ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണോ, ന്യൂട്ടൺ മീറ്റർ ആണോ, അതോ വെറും ന്യൂട്ടൺ ആണോ? നമുക്കറിയാം സർഫസ് ടെൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കാണാതെ പഠിച്ചിട്ടുണ്ടാവും. സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതെങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങളിത് കാണാതെ പഠിക്കേണ്ട തന്നെയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള കുറച്ചെണ്ണൊക്കെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് കുറച്ചുകൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ SI യൂണിറ്റുകൾ ചിലതിന്റെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഒരു ടേബിളൊക്കെ ആക്കിയിട്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ കിട്ടുക എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആക്ടിങ് അലോങ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡിന്റെ സർഫസിൽ പെർ യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് സർഫസ് ടെൻഷന്റെ ഫോർമുല എങ്ങനെയാണ്? സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ന്യൂട്ടൺ ആണ്. ലെങ്ത് എന്ന് പറയുന്നത്
മീറ്റർ ആണ്. അതാണ് ന്യൂട്ടൺ പെർ മീറ്റർ. ഇത് നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Nm⁻⁻1 എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A car starting from rest moves such that its acceleration varies with time as a is equal to 60. Acceleration യൂണിറ്റ് ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇറ്റ്സ് വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മീറ്ററിലാണ്. അപ്പോൾ നമുക്ക് കാർ എന്ന് പറയുന്നത് റെസ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും 4 സെക്കൻഡിന് ശേഷം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വെലോസിറ്റി എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് വരിക. എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുണ്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് a is equal to 6 t മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അറിയാം, ഡയറക്റ്റ് തന്നെ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും അല്ലേ. അപ്പൊ നമുക്കത് ഇന്റഗ്രൽ എടുക്കുന്ന സമയത്ത് ഇന്റഗ്രൽ 60 dt കൊടുക്കാം. അപ്പൊ എന്ത് വരും? 6 × t²/2 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇന്റഗ്രലിന്റെ വാല്യൂ വരിക. പ്ലസ് സി ഒരു കോൺസ്റ്റന്റ് കൂടി ഉണ്ടാവും. ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 3t² + c എന്ന് പറയും വെലോസിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം സ്റ്റാർട്ടഡ് ഫ്രം ദ റെസ്റ്റ് എന്ന് പറയുമ്പോൾ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ റെസ്റ്റിലാവുന്ന സമയത്ത് ടൈമും 0 ആയിരിക്കും, വെലോസിറ്റിയും 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സിന്റെ വാല്യൂ എന്തായിട്ടാണ് മാറുക? അത് 0 ആയിട്ട് മാറും അല്ലെ. അപ്പൊ c = 0. അപ്പൊ c 0 ആകുമ്പോൾ നമുക്ക് വെലോസിറ്റി v = c ക്യാൻസൽ ചെയ്ത് പോയി 3t² മാത്രമായിട്ട് മാറും അല്ലെ. നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അറ്റ് 4 സെക്കൻഡിൽ. ഇപ്പൊ 0 സെക്കൻഡ് ആണുള്ളത്, ഇത് 4 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 3t² ടീന്റെ സ്ഥാനത്ത് 4 കൊടുത്താൽ മതി. അപ്പൊ 3 × 4², അപ്പൊ 3 × 16 = 48 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? അത് വെലോസിറ്റി തന്നെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. വെലോസിറ്റിനെ ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷനെ ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതുപോലെ വെലോസിറ്റിനെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ v = ds/dt. അതാണ് എന്തെന്ന് പറയുന്നത്? 3t² എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടുപിടിച്ച സാധനം. അപ്പൊ ഇതെന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ വെലോസിറ്റി ആണ് എന്തെന്ന് പറയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇന്റഗ്രൽ 3t² dt which is equal to t³ + c വരും അല്ലെ. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് t = 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും c 0 ആയിരിക്കും. അപ്പൊ ഇവിടെ c നമുക്ക് ക്യാൻസൽ ചെയ്യാം. s = t³ വരും. ടിന്റെ ടൈം 4 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. 4 സെക്കൻഡ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4³ which is equal to 64 മീറ്റർ. അപ്പോൾ വെലോസിറ്റി 48 മീറ്റർ പെർ സെക്കൻഡും ഡിസ്പ്ലേസ്മെന്റ് 64 മീറ്റർ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പല രീതിയിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കാണാതെ പഠിക്കുക. വെലോസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതുപോലെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കില്ല, ഡിസ്പ്ലേസ്മെന്റ് ds/dt കണ്ടാൽ മതി. അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് അത് തിരിച്ച് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ വെലോസിറ്റിനെ ഇന്റഗ്രൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ പഠിച്ചിട്ട് പോകണം. ഇനി ഇത് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാമല്ലോ അല്ലെ. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു പോയിന്റ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പം. ഓക്കെ, അടുത്തത് for the graph shown below between time and velocity v of the motion of a body the correct statement ആണ് ചോദിക്കണം. ഇതാണ് നമ്മളുടെ ഗ്രാഫ്. അപ്പൊ ആ ഗ്രാഫിൽ നമുക്ക് വെലോസിറ്റിയും ടൈമും ചേർന്നിട്ടുള്ളൊരു ഗ്രാഫാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ the body comes to rest at infinite time. At t = 0 acceleration is positive. At t = 0 acceleration is negative. At t = 0 the body has maximum velocity. The displacement of the particle is 0. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന ഗ്രാഫില് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഗ്രാഫിൽ നമ്മൾ ഇങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ അതില് ഇത് വെലോസിറ്റിയും ഇത് ടൈമും
സ്റ്റാർട്ടിങ്ങിൽ വെലോസിറ്റി നല്ല ഹൈ ആയിരുന്നു അല്ലേ? അതായത് ടൈം 0 ആയിരുന്നു. ഈ ഒരു പോയിന്റിൽ ടൈം 0 ആയിരിക്കും. ആ ടൈമിൽ 0 ടൈമിൽ ഹൈ വെലോസിറ്റി ആയിരുന്നു. പിന്നെ ടൈം കൂടുന്തോറും അത് കുറഞ്ഞു വരികയാണ് ചെയ്തത്. അതിനർത്ഥം അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 മാക്സിമം വെലോസിറ്റി അല്ലേ? അതായത് ടി ഈസ് ഈക്വൽ ടു 0ല് വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആണെന്ന് നമുക്ക് ഈ ഒരു ഫിഗർ നിന്ന് മനസ്സിലായി. ടൈം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കണ്ടിന്യൂസ്ലി റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ബോഡി ഹാസ് മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഡി ആണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ളത് എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയെന്ന് പറയാം. ഓപ്ഷൻ എയില് ദ ഗ്രാഫ് ഡസ് നോട്ട് ഷോ വെലോസിറ്റി റീച്ചിങ് 0 ഓൺലി ടു ഇൻഫിനിറ്റ് ടൈം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് നമുക്കത് ഓപ്ഷൻ എ എടുക്കാതിരുന്നത്. ആക്സലറേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇത് നമുക്കിപ്പോൾ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആക്സലറേഷൻ കിട്ടും. സിൻസ് സ്ലോപ്പ് അറ്റ് ടി എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഓപ്ഷൻ സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ ഡി എന്ന് പറഞ്ഞാൽ കറക്റ്റ് കൺക്ലൂഷൻ വരുന്നത്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻസ് ഓൺ ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ആണ്. അതെന്ന് പറയുന്നത് നോട്ട് 0 ഹിയർ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഇയും വരുന്നില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഓപ്ഷൻ ഡി ആ ഒരു ഫിഗറിൽ തന്നെ വേഗം കിട്ടുന്നുണ്ട് കേട്ടോ. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് നേരിട്ട് പഠിക്കാനുള്ളതാണ്. വിച്ച് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ടു നോർമൽ ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ടു നോർമൽ ഫോഴ്സ് ആണ്. അത് ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ എൻ ആണ്. എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സും എൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആണ്. അതുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ടു നോർമൽ ഫോഴ്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. A tennis ball of mass 150 gram is moving at 20 meter per second. A racket strikes it, reversing its direction with a final speed of 30 meter per second. If the contact time is 0.02 second, then the magnitude of the force in Newton exerted by the racket is. അതായത് ഒരു ടെന്നീസ് ബോൾ, ആ ടെന്നീസ് ബോളിന്റെ ഒരു ടെന്നീസ് ബോൾ ആണ്. അതിന്റെ മാസ് എന്ന് പറയുന്നത് 150 ഗ്രാം ആണ്. അങ്ങനെയുള്ള ഒരു ടെന്നീസ് ബോൾ അതൊരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. 20 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അതിലൊരു റാക്കറ്റ് വന്ന് ഇടിക്കുകയാണ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാറിയിട്ട് അതിന്റെ ഫൈനൽ സ്പീഡ് അത് വേറൊന്നുകൊണ്ട് ഇടിക്കുമ്പോൾ അതിന്റെ ഫോഴ്സ് കൂടുതലേക്ക് വരുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് 30 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടി. ഇത് കോണ്ടാക്ട് ചെയ്ത ഒരു അതായത് ഇത് ഇടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ കോണ്ടാക്ട് കിട്ടിയ ആ ഒരു ടൈം എന്ന് പറയുന്നത് 0.02 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എത്ര ന്യൂട്ടൺ ആണ്? ഈ റാക്കറ്റ് ഈ പറയുന്ന ബോളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഫോഴ്സ് എത്രയാണെന്നുള്ള അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്തിട്ടുള്ള ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ തന്നിരിക്കുന്ന ഡാറ്റാസ് എന്താ? എം എന്ന് പറയുന്നത് 150 ഗ്രാം ആണ്. നമ്മൾ അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 0.15 കിലോഗ്രാം ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u ഇസ് ഈക്വൽ ടു +20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് അത് റിവേഴ്സ് ചെയ്തു അല്ലെ? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ റിവേഴ്സ് ചെയ്തു പറയുമ്പോൾ ഡയറക്ഷൻ എന്തായിട്ട് മാറും? -30 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് v മൈനസ് യു ആണ് അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇപ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ചെയ്യുമ്പോൾ -30 -20 ചെയ്യുമ്പോൾ -50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കുമ്പോൾ മൈനസ് പോകും, അത് +50 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഡെൽറ്റ പി എന്ന് പറയുന്നത് എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ അത് എത്രയാണ്? എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് 0.15ഉം ഡെൽറ്റ വി എന്ന് പറയുന്നത് 50ഉം ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 7.5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നമ്മളത് ചോദിച്ചിരിക്കുന്നത് എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്തു എന്നാ ചോദിക്കണം. ഫോഴ്സും മൊമെന്റും തമ്മിലുള്ള ബന്ധം എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം കണ്ടുപിടിച്ചാൽ മതി. ചേഞ്ച് ഇൻ മൊമെന്റം 7.5 ആണ് ഡിവൈഡ് ബൈ എത്ര ടൈം കോണ്ടാക്ട് ടൈം തന്നിട്ടുണ്ട് അപ്പൊ അത് ഡിവൈഡ് ചെയ്യുക 0.02. അപ്പൊ 375 ന്യൂട്ടൺ വരും. അപ്പൊ therefore the magnitude of the force exerted by the racket എന്ന് പറയുന്നത് 375 ന്യൂട്ടൺ ആണ്. അടുത്ത ചോദ്യം. A traffic light of mass
10√3 kilogram is suspended by 2 cables, making 30 degree with the vertical. The tension in each cable is. ഒരു ട്രാഫിക് ലൈറ്റ് ഓഫ് മാസ് തന്നിട്ടുണ്ട് അല്ലെ. ഒരു ട്രാഫിക് ലൈറ്റിന്റെ മാസ് 10√3 കിലോഗ്രാം തന്നിട്ടുണ്ട്. സസ്പെൻഡഡ് ബൈ 2 കേബിൾസിലാണ്, 2 കേബിളിലാണ് ഈ ട്രാഫിക് ലൈറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതുണ്ടാക്കുന്ന വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഫിഗർ വരുന്ന സമയത്ത് മാസ് ഉണ്ട്. ഈ മാസ് എന്ന് പറയുന്നത് സസ്പെൻഡഡ് ബൈ 2 മാസ് എന്ന് പറയുന്നത് സസ്പെൻഡഡ് ബൈ 2 കേബിൾ ആണ് അല്ലെ. 2 കേബിള് ആയിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നുണ്ട് മാസ് 10√3 കിലോഗ്രാം ആണ്. സസ്പെൻഡഡ് ബൈ 2 കേബിൾസ് മേക്കിംഗ് 30 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. അപ്പൊ ഈ കേബിള് എന്താ ചെയ്യണം, ഈ വെർട്ടിക്കലുമായിട്ട് ഒരു 30 ഡിഗ്രി ആംഗിളിലാണ് ഇരിക്കുന്നത്. ഈ വെർട്ടിക്കലുമായിട്ട് 30 ഡിഗ്രി ആംഗിളിലാണ് ഇരിക്കുന്നത്. ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇത് ട്രാഫിക് ലൈറ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. അതുകൊണ്ട് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓരോ കേബിളും വെർട്ടിക്കലുമായിട്ട് 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ എന്ന് പറയുന്നത് T ആയിരിക്കും അല്ലെ. ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, T ആയിരിക്കും. ഇനി വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ വരിക. അപ്പൊ ഇതില് സൈനും കോസും ടാനും നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതില് വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, T cos 30 ആയിരിക്കും. സിൻസ് 2 കേബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് എന്തായിരിക്കും, 2 കേബിൾ ഉണ്ട്, 2T cos 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ദിസ് ബാലൻസസ് ദ വെയിറ്റ് ഓഫ് ദ ട്രാഫിക് ലൈറ്റ്. ഈ ഫോഴ്സ് ആണ് ഈ പറയുന്ന ട്രാഫിക് ലൈറ്റിന്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ളത്. ഈ ഒരു ഫോഴ്സ് ആണ്. ഈ ഒരു ഫോഴ്സ് ഈക്വൽ ആയില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നങ്ങൾ വരും അല്ലെ. അപ്പൊ ഇതിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, M × G ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. T ആണ് കണ്ടുപിടിക്കേണ്ടത്. എമ്മിന്റെ വാല്യൂ അറിയാം, 10√3 കിലോഗ്രാം ആണ്. G എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മള് 2T × ഈ വാല്യൂ ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. അപ്പൊ 2T × √3/2, അതായത് cos 30, 2T cos 30ന്റെ വാല്യൂ √3/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10√3 × 9.8 എടുക്കുന്നല്ല. കാരണം നമ്മൾ 10 എടുക്കും, പക്ഷെ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ 980 ആ റേഞ്ചിലൊക്കെ കാണുന്നത് കൊണ്ട് 9.8 എടുക്കുന്നതായിരിക്കും ഉചിതം. അപ്പൊ ഇതിൽ ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോയി, ഈ √3 ഇപ്പോഴത്തെ √3 ക്യാൻസൽ ചെയ്തിട്ട് പോയി. അപ്പൊ T എന്ന് പറയുന്നത് 10 × 9.8 വരും അല്ലേ. അപ്പൊ 9.8 × 10 അല്ലേ വരിക, വിച്ച് ഈസ് ഈക്വൽ ടു 98 ന്യൂട്ടൺ ആണ് വരിക. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ എന്ന് പറയുന്നത് 98 ന്യൂട്ടൺ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, എ കാർ മൂവ്സ് അറ്റ് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. കാർ മൂവ് ചെയ്യുന്ന സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അണ്ടർ എ ഫോഴ്സ് ഓഫ്, അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് 500 ന്യൂട്ടണും കാർ മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡും ആണെന്നുണ്ടെങ്കിൽ പവർ ഔട്ട്പുട്ട് ഓഫ് കാർ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്കറിയാം പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഫോഴ്സ് 500 ന്യൂട്ടണും വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡും ആണെന്നുണ്ടെങ്കിൽ 500 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 10,000 വാട്ടാണ്, 10 കിലോ വാട്ടാണ് നമ്മൾക്ക് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഫോർമുലാസ് ഒക്കെ വേറെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത്, A spring is stretched twice its initial extension. അപ്പൊ ഇങ്ങനെയുള്ള സാധനത്തിനെ നമ്മൾ സ്പ്രിങ് സ്ട്രെച്ച് ചെയ്തിട്ട് അതിന്റെ ഇരട്ടി വലുപ്പമാക്കി. ഇപ്പൊ ഇതിനിപ്പോ ലെങ്ത് L ആണെങ്കിൽ നമുക്കിപ്പോ 2L ലെങ്ത് ഉള്ള സ്ട്രിങ് ആണ് കിട്ടിയത്. കമ്പയർ ടു ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ, അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ, അത് മുമ്പ് ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയെക്കാളും ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ എനർജി എത്ര വ്യത്യാസം വരുന്നു എന്നാണ് ചോദിക്കണം. ബിക്കംസ് 4 times, is doubled, is halved, remains the same, becomes 0. നോക്കാം. അപ്പൊ നമ്മൾക്ക് തന്നിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഗിവൺ ബൈ ദി ഇക്വേഷൻ U is equal to half kx² ആണ്. എക്സ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ്. ഈ എക്സ്റ്റൻഷൻ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ടെൻസ് ടു എന്തായിട്ട് മാറി, 2x ആയിട്ട് മാറി അല്ലെ.
അപ്പൊ നമ്മൾക്ക് പുതിയ ഇതിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇത് യു ആണ് നമ്മുടെ ആദ്യത്തേതെങ്കിൽ രണ്ടാമത് യു ഡാഷ് കൊടുക്കാം. യു ഡാഷ് കൊടുക്കുമ്പോൾ ഹാഫ് ഒക്കെ സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് കെയും സെയിം ആയിരിക്കും. എക്സ് ആണ് മാറിയിരിക്കുന്നത് അല്ലെ. അപ്പൊ 2x ഹോൾ സ്ക്വയർ വരും. അപ്പൊ 1/2 k ഇൻറ്റു 2 സ്ക്വയറും 4ഉം ഇൻറ്റു എക്സ് സ്ക്വയർ വന്നു അല്ലെ. അപ്പൊ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പഴയ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ യു ഡാഷ് എന്ന് പറയുന്നത് 4 ഇൻറ്റു പഴയ പൊട്ടൻഷ്യൽ എനർജി, അതായത് 4 times the previous potential energy. So the potential energy becomes എത്രയായിട്ട് മാറും? 4 times of the original value അല്ലെ. ഒറിജിനൽ വാല്യൂവിനേക്കാളും 4 times ആയി മാറുന്നുണ്ട്. So option A is the correct answer. അടുത്ത ചോദ്യം, if a spinning object contracts its angular velocity എന്ത് ചെയ്യും? ഒരു സ്പിൻ ചെയ്തിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗുലർ വെലോസിറ്റി എത്രയാവുന്നതാണ് ചോദിക്കുന്നത്. റിമൈൻസ് ദ സെയിം, ബിക്കംസ് 0, ബിക്കംസ് നെഗറ്റീവ്, ഇൻക്രീസസ്, ഡിക്രീസസ്. കൂടുകയാണ് ചെയ്യുക. എങ്ങനെ കൂടുക എന്നുള്ളത് നോക്കാം. When a spinning object, ഒരു സ്പിന്നിങ് ഒബ്ജക്റ്റ് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക്, ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ് ചെയ്യും. അതായത് L is equal to I omega എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റന്റ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാതാവുമ്പോൾ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ് ആവുക ചെയ്യുക. സോ ഐ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. ഇത് L കോൺസ്റ്റന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റേത് കുറയണം അല്ലെ, എന്നാലല്ലേ ഈ സാധനം കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പൊ റിയൽ ലൈഫ് എക്സാമ്പിൾ വരുന്നത് എ ഫിഗർ സ്കേറ്റർ spinning faster when pulling it in their arms, contracting their body reduces moment of inertia. So their spin speed എന്ന് പറഞ്ഞാൽ അവിടെ ഇൻക്രീസ് ആവുക ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു 4 സെറ്റും കൂടി ഉണ്ട്. അതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് സെറ്റ് കഴിയും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.